തരത്തിലുള്ള ചർച്ചകൾ സിനിമാ സംബന്ധിയായ സംഘടനകളിലെല്ലാം തന്നെ അടുത്തിടെ തന്നെ ശരി, ഞാൻ ഡാനിയിലേക്ക് എത്താം. നമ്മൾ ഏറെ പ്രതീക്ഷിക്കുന്നത് WCCയുടെ പ്രതികരണം തന്നെയാണ്. ദീദി ദാമോദരൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. WCC അംഗമാണ്. ശ്രീ ദീദി ദാമോദരൻ, മന്ത്രി പി രാജീവിന്റെ വെളിപ്പെടുത്തലാണ്, ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ നൽകിയ അഭിമുഖമാണ്. അതിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന ആവശ്യം WCC അംഗങ്ങൾ ഉന്നയിച്ചു, തന്നെ വന്ന് കണ്ടു പറഞ്ഞു എന്നാണ് മന്ത്രി പറയുന്നത്. അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഇതിൽ താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? ഇല്ല, WCC ആദ്യം മുതൽ ഒരു റിക്വസ്റ്റ് വെച്ചിരുന്നുള്ളൂ. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണം എന്ന് തന്നെയാണ്. കാരണം എല്ലാവരും വളരെ ബുദ്ധിമുട്ടി അവിടെ പോയി മൊഴി കൊടുത്തു. ജീവിതത്തിൽ പുറത്തു പറയാൻ പ്രയാസമുള്ള കാര്യങ്ങളൊക്കെ ഒരു ജസ്റ്റിസിന് മുമ്പിൽ പറഞ്ഞ് നീതി കിട്ടുമെന്ന് വിശ്വസിച്ച് അവിടെ പോയി പറഞ്ഞതിന് ഒരു വിലയും ഇല്ല എന്ന് വരരുതല്ലോ. അപ്പൊ അതുകൊണ്ട് WCC അംഗങ്ങൾക്ക് WCCക്ക് നേരത്തെ മുതൽ ഒറ്റ സ്റ്റാൻഡേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വരണം, അത് അതിന്റെ ലക്ഷ്യം കാണുകയും വേണം എന്ന് തന്നെയാണ്. മന്ത്രിയാണ് പറയുന്നത് ഈ രീതിയിൽ കാണാൻ പോയപ്പോ മിനിസ്റ്ററിന് ആകെ എനിക്ക് മിനിസ്റ്ററിന്റെ അടുത്ത് ക്ലാരിഫിക്കേഷൻ ആണ് വരുത്തേണ്ടത്. അതെന്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് WCCയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു റിക്വസ്റ്റും കൊണ്ടാണ് അവിടെ കാണാൻ പോയ WCC അംഗങ്ങൾ അദ്ദേഹത്തിന് റിക്വസ്റ്റ് കൊടുത്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണം എന്ന് തന്നെയാണ്. ഇത് എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അന്ന് നടന്ന ചർച്ച അറിയണമെങ്കിൽ അന്ന് പങ്കെടുത്തവരോട് ചോദിക്കണം. കാരണം ഞാൻ ആ സമയത്ത് കോഴിക്കോട് ചർച്ചയിൽ പങ്കെടുത്തിരുന്നു, മന്ത്രിയുമായുള്ള ചർച്ചയിൽ. ഇല്ല, ഞാൻ പങ്കെടുത്തത് നമ്മൾ ആദ്യം ഫേസ് ആയിട്ട് കോഴിക്കോട് വെച്ച് വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെ കാണുന്നതിൽ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഓഫ് WCC മെമ്പേഴ്സ് അതിനായിരുന്നു പോയത്. അതിന്റെ ഡീറ്റെയിൽ ഡിസ്കഷൻ എനിക്കറിയാം. ഞങ്ങൾ കൊടുത്ത എല്ലാ സ്ഥലത്തും എല്ലാ അതോറിറ്റീസിനും കൊടുത്തത് ഒരേ സ്വഭാവമുള്ള റിക്വസ്റ്റ് തന്നെയാണ്. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണം എന്നാണ്. ആ മിനിസ്റ്റർ മീറ്റിംഗിൽ പങ്കെടുത്തവരോട് ഞാൻ ഇങ്ങനെ എന്താണ് മിനിസ്റ്റർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടാവാൻ കാരണം എന്നുള്ളത് അന്വേഷിച്ചപ്പോൾ ഞാൻ അറിഞ്ഞത് അതിൽ ചിലർക്ക് നേരത്തെയുള്ള നമ്മളുടെ ഒരു വേവലാതി അവിടെയും പങ്കുവച്ചിരുന്നു. ചിലരുടെ പേരുകൾ പുറത്തു വരുമല്ലോ, അതായത് പബ്ലിക് ഡൊമൈനിൽ വരാൻ കൊടുത്ത പരാതിയുടെ ഡീറ്റെയിൽസ് വന്നാൽ അത് അവരാണ് എന്ന് തിരിച്ചറിയപ്പെടുമല്ലോ. അപ്പൊ അതുകൊണ്ട് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ വെച്ചുകൊണ്ടായിരിക്കുമല്ലോ ഇത് പുറത്ത് വരിക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അവരവിടെ പങ്കുവച്ചിരുന്നു എന്നല്ലാതെ റിക്വസ്റ്റ് അത് തന്നെയാണ്. നിങ്ങൾ പങ്കുവച്ച ആ ആശങ്ക അത് മന്ത്രി തെറ്റിദ്ധരിച്ചതാകാമെന്നാണോ പറയുന്നത്? അതായത് റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന തരത്തിൽ നിങ്ങൾ പറഞ്ഞു എന്ന തരത്തിൽ വ്യാഖ്യാനിച്ചതാകുമെന്നാണോ എന്ന് വേണം ഞാൻ വിചാരിക്കുന്ന അങ്ങനെയൊക്കെ ആയിരിക്കുമോ എന്നാണ്. കാരണം WCCയുടെ സ്റ്റാൻഡ് ഡേ 1 മുതൽ ഇത് തന്നെയായിരുന്നു. മിനിസ്റ്റർ കാണാൻ പോയതും ഈ ആവശ്യത്തോടെ തന്നെയാണ്. അതില് കൊടുത്ത ഒഫീഷ്യലി നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റും അത് തന്നെയാണ്. പിന്നെ നടന്ന ചർച്ചയിൽ എന്താണ് മിനിസ്റ്റർക്ക് അങ്ങനെ തോന്നാൻ കാര്യം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതാണ് ശ്രീ ദീദി ദാമോദരൻ, കാരണം റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യമായി നിങ്ങൾ മന്ത്രിയെ കാണുന്നു, പക്ഷേ മന്ത്രി പറയുന്നു റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന ആവശ്യമാണ് നിങ്ങൾ ചർച്ചയിൽ പറഞ്ഞത് എന്ന് പറയുന്നു. അതെങ്ങനെ സംഭവിക്കും? ഇല്ല, ഞങ്ങള് എല്ലാവർക്കും റിക്വസ്റ്റ് റൈറ്റിംഗിൽ കൊടുക്കുന്നുണ്ടല്ലോ. WCC ഇത്തരം റിക്വസ്റ്റുകൾ ഒക്കെ റൈറ്റിംഗില് ഞങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ ഇതിനു വേണ്ടി ഇതുവരെ നടത്തിയ കാര്യങ്ങളൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അതൊക്കെ മിനിസ്റ്റർക്കും കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മളിവിടെ വുമൺ കമ്മീഷനിൽ കൊടുത്തതുപോലെ തന്നെ മിനിസ്റ്റർക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ അതായത് അല്ലാതെ വരുന്ന കാഷ്വൽ ഡിസ്കഷനിൽ അവര് പങ്കുവെച്ച വേവലാതികളൊക്കെ അത് പുറത്തു വരണ്ടെന്നുള്ള ഈ കാഷ്വൽ ഡിസ്കഷനിലായാലും അല്ലാതെ ആയാലും നിങ്ങൾ എല്ലാവർക്കും ഒരൊറ്റ സ്വരമായിരുന്നു, ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന ഒറ്റ സ്വരം തന്നെയായിരുന്നു എല്ലാ പ്രതിനിധികളും ഉന്നയിച്ചത് അല്ലേ? അത് അവിടെയുള്ള ചിലര് പങ്കുവെച്ചതായിട്ട് ഞാൻ അറിയുന്നു. ഞാൻ ആ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടില്ല. ഞാൻ അറിയുന്നു പലരും ഈ വേവലാതി ആദ്യം മുതൽ എല്ലാവർക്കും ഉണ്ട്. അവിടെ പോയി വിശ്വസിച്ച് മൊഴി കൊടുത്തവരുടെയൊക്കെ പേരും മറ്റു വിവരങ്ങളും ഒക്കെ പുറത്തു വരുമോ എന്ന് ആദ്യം മുതലുള്ള ഒരു ആശങ്ക അവിടെയും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇനി മന്ത്രി തന്നെ ഒരു വിശദീകരണം നൽകണം അല്ലേ, എന്തുകൊണ്ട് മന്ത്രി അങ്ങനെ പറഞ്ഞു എന്ന്? ഞാൻ ക്യൂരിയസ് ആണ്. പ്രത്യേകിച്ച് 4-ാം തീയതി അടുത്ത ഒരു മീറ്റിംഗ് വരാനിരിക്കുമ്പം ഇതെന്തുകൊണ്ടാണെന്ന് അറിയാൻ നമുക്കൊക്കെ താല്പര്യമുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്, WCCയുടെ ഒഫീഷ്യൽ സ്റ്റാൻഡ് നമ്മുടെ റൈറ്റിംഗില് എല്ലാ സ്ഥലത്തും എഴുതി കൊണ്ടുപോയിരുന്നു. നമ്മുടെ റിക്വസ്റ്റ് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതായത് ഇപ്പോഴും ഇനി അങ്ങോട്ടായാലും ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന ആവശ്യം തന്നെയാണ് നിങ്ങൾക്ക്? അതെ, അത് നമ്മൾ എത്രയോ തവണ പറഞ്ഞതാണ്. ഇത്ര അധികം പബ്ലിക് എക്സ്ചെക്കറിന് പണം ചെലവാക്കി ഇത്ര അധികം സ്ത്രീകൾ പുറത്തു പറയാൻ വിഷമമുള്ള കാര്യങ്ങൾ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് പറഞ്ഞിട്ട് ആ റിപ്പോർട്ടിന് ഒരു വിലയും ഇല്ല, അത് പബ്ലിഷ് ചെയ്യേണ്ടതില്ല. പ്രത്യേകിച്ച് ഇവര് പറഞ്ഞ മൊഴികൾ മാത്രമല്ലല്ലോ അതില് ചർച്ചയായിട്ടുണ്ടായിരുന്നത്. ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ വെച്ച നിർദ്ദേശങ്ങൾ വേറെ പലതും ഉണ്ടായിരുന്നു.
ഈ കുറച്ചു പേര് കൊടുത്ത മൊഴിയുടെ പേരിൽ അത് ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് WCC ആദ്യം മുതൽ പറയുന്നു, ഇപ്പോഴും ആവർത്തിക്കുന്നു. ശരി, നന്ദി ദീദി ദാമോദരൻ പ്രതികരിച്ചതിന്. WCCയുടെ ഭാഗമാണ് ഇപ്പോൾ വ്യക്തമായത്. ആ രീതിയിൽ ഒരു ആവശ്യവും മന്ത്രിക്ക് മുൻപാകെ WCC പ്രതിനിധികൾ മുന്നോട്ട് വച്ചിട്ടില്ല എന്നാണ് ദീദി ദാമോദരൻ പ്രതികരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് മന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തി എന്നതാണ് ഇനി അറിയേണ്ടത്. മന്ത്രിയുടെ പ്രതികരണം വൈകാതെ തന്നെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ടെലിഫോൺ വഴി ട്രൈ ചെയ്തിരുന്നു, പക്ഷേ മന്ത്രിയെ കിട്ടിയിട്ടില്ല. ഉടൻ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം വരുമെന്ന് പ്രതീക്ഷിക്കാം.